ജമീൻ एक സ്ലേറ്റ് का नाम है. ഇതിൽ രണ്ട് ചരിത്ര ചിത്രം പഠിക്കാനുണ്ട്. പിത और ബഹൻ. ആദ്യം പിതായുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കുക. ആദ്യം അതിൻ്റെ 3 പോയിൻറ്റ്സ്, പ്രധാനപ്പെട്ട 3 പോയിൻറ്റ്സ്, പിതായുടെ ക്യാരക്ടർ എന്തൊക്കെയാണെന്നുള്ളത് 3 പോയിൻറ്റ്സ് നോക്കുക. ബേटे और बेटी को बहुत प्यार करने वाले പിത. മകനെയും മകളെയും ഒരേപോലെ വളരെയധികം സ്നേഹിക്കുന്ന അച്ഛൻ. शादी के खर्च के लिए अपनी ज़मीन बेचना. വിവാഹത്തിന് വേണ്ടിയിട്ട് തൻ്റെ സ്വത്ത്, തൻ്റെ വസ്തു വിൽക്കുന്നു. ज़मीन और बेटे की विदाई से उत्पन्न दुख. വസ്തു വിൽക്കുകയും അതുപോലെ തന്നെ മകളുടെ വിദായി, വിവാഹശേഷം പറഞ്ഞു വിടുന്ന ആ ഒരു ചടങ്ങ്, ഇത് രണ്ടും കാരണം എന്തുണ്ടായി? ദുഃഖമുണ്ടാകുന്നു. ഇത് 3 രീതിയിൽ 3 പോയിൻറ്റ്സിനെ ഇലാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിനകത്ത് പറയുന്നത്. श्री एकांत श्रीवास्तव के पिता अपने बच्चों को बहुत प्यार करते हैं. अपने ज़मीन को भी उन्हें बहुत प्यार था. श्री एकांत श्रीवास्तव के पिता अपने बच्चों को बहुत प्यार करते थे. തൻ്റെ മക്കളെ വളരെയധികം സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ് ശ്രീ ഏകാന്ത് ശ്രീവാസ്തവിൻ്റെ അച്ഛൻ. अपनी ज़मीन को भी उन्हें बहुत प्यार था. തൻ്റെ സ്വത്തിനെയും വളരെയധികം, തൻ്റെ വസ്തുവിനെയും വളരെയധികം സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. वह ज़मीन को बेचना नहीं चाहता, लेकिन शादी के खर्च इकट्ठा करने के लिए ज़मीन बेचने को वह मजबूर हो जाता है. വഹ ജമീൻ കോ ബേച്ച്ന നഹീ ചാത്ത. തൻ്റെ വസ്തു വിൽക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഷാദി കാ ഖർച്ച് ഇക്കട്ടാ കർണേ കെ ലിയേ, വിവാഹത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ചിലവ് സ്വരൂപിക്കുന്നതിന് വേണ്ടി, വിവാഹത്തിൻ്റെ ചിലവ് സ്വരൂപിക്കുന്നതിന് വേണ്ടി, ഇക്കട്ടാ കർണ സ്വരൂപിക്കുക, അതിനു വേണ്ടി ജമീൻ ബേച്ച്നേക്കോ വഹ മജ്ബൂർ ഹോ ജാത്തേ ഹേ, വസ്തു വിൽക്കാനായിട്ട് അദ്ദേഹം നിർബന്ധിതനായി. मजबूर हो जाता है. उन्हें उसका ठीक दाम भी नहीं मिला. അദ്ദേഹത്തിന് അതിന് ശരിയായ വിലയും ലഭിച്ചില്ല. എന്തുകൊണ്ടാണ്? അത് വളരെ ധൃതിയായിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യകത എന്താണെന്ന് അവർ അറിഞ്ഞുകൊണ്ട് അതിന് വില വയ്ക്കാതിരിക്കുകയും ചെയ്തിരുന്നു. സമയം കുറച്ച് മുന്നേ കൂട്ടി ഇത് വിറ്റിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതിനേയും കുറച്ചും കൂടി പൈസ ലഭിക്കുമായിരുന്നു. നമ്മളത് ടെക്സ്റ്റ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അതാണ് उन्हें उसका ठीक दाम भी नहीं मिला. ശരിക്കുള്ള വില പോലും അതിന് ലഭിച്ചില്ല. वे रजिस्ट्री के पहले अपने बेटे के साथ उस ज़मीन को अंतिम बार देखने गए. वे रजिस्ट्री के पहले, രജിസ്ട്രേഷന് മുന്നേ ആയിട്ട് अपने बेटे के साथ, തൻ്റെ മകൻ്റെ ഒപ്പം उस ज़मीन को अंतिम बार देखने गए, അവസാനമായിട്ട് തൻ്റെ വസ്തു കാണാനായിട്ട് പോയി. എപ്പോഴാണ് പോയത്? രജിസ്ട്രിക്ക് പഹിലെ, രജിസ്ട്രേഷന് മുന്നേ ആയിട്ട് അദ്ദേഹം തൻ്റെ മകൻ്റെ ഒപ്പം വസ്തു അവസാനമായി കാണുന്നതിന് വേണ്ടി പോയി. എന്തുകൊണ്ടാണ്? പിറ്റേ ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വസ്തു മറ്റൊരാളുടേതായിട്ട് മാറും. പിന്നെ അതിൽ പോയി കാണുന്നതിൽ അർത്ഥമില്ല. वे इतनी दुखी था कि घर आने वाले मेहमान से औपचारिकता दिखाने के लिए सिर्फ हूँ हाँ करते रहे. വേ ഇത്തിനി ദുഃഖി, വളരെയധികം, എത്രമാത്രം ദുഃഖിയായിരുന്നു, വിഷമത്തിലായിരുന്നു. എത്രമാത്രമാണ്? ഘർ ആനെ വാലെ മേമാനോം സേ, വീട്ടിൽ വരുന്ന അതിഥികളെ ഔപചാരികത ദിഖാനെ കേലിയെ, ആ ഔപചാരികത കാണിക്കുന്നതിന് വേണ്ടി സിർഫ് ഹൂ ഹാ കർത്തേ രഹേ, വെറുതെ സൗണ്ട് മാത്രമേ ഹാ ഹൂ എന്ന് മാത്രം പറയുക മാത്രമേ ചെയ്തുള്ളൂ. ഒന്ന് സംസാരിക്കാൻ പോലുമുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഉन्होंने बड़े दुख के साथ पहले ज़मीन की विदाई की. അദ്ദേഹം എന്ത് ചെയ്തു? ബഡേ ദുഃഖ കെ സാത്ത്, വളരെയധികം ദുഃഖത്തോടുകൂടി
പഹലെ ആദ്യമായിട്ട് എന്തിൻ്റെ വിദായിയാണ് നടത്തിയത്? ജമീൻ കി വിദായി, ജമീൻ മറ്റൊരാൾക്ക് നൽകി. और बाद में അതിനുശേഷം ബേട്ടി കി വിദായി, അതിനുശേഷം ആരുടെ വിദായി നടത്തി? മകളുടെ വിദായിയും മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ രണ്ട് വിദായിയാണ് അവിടെ നടക്കുന്നത്. ഏതാണ്? ജമീൻ കി വിദായി और ബേട്ടി കി വിദായി. അത് രണ്ടും എങ്ങനെ അദ്ദേഹം നടത്തി? ബഡേ ദുഃഖ് കെ സാത്ത്. ആദ്യം എന്തിൻ്റെ വിദായി നടത്തി? ജമീൻ കി വിദായി और बाद में बेटी की विदाई. अपनी बेटी और बेटे को बहुत प्यार करने वाले, अपनी ज़मीन बेचने पर बड़े दुखी होने वाले पिता के रूप में इस आत्मकथांश में लेखक के पिता के चरित्र का चित्रण हुआ है. ഇതിൽ ഈ കഥയുടെ സാരാംശമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ സമറിയായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? പിന്നെ ബേട്ടി ഓർ ബേട്ടേക്കോ ബഹുത്ത് പ്യാർ കർനെ വാലെ, തൻ്റെ മകനെയും മകളെയും വളരെയധികം സ്നേഹിക്കുന്ന. अपनी ज़मीन बेचने पर, തൻ്റെ വസ്തു വിൽക്കുന്നതിൽ ബഡേ ദുഃഖി ഹോനെ വാലെ, വളരെയധികം വിഷമിക്കുന്ന. പിതാക്കേ രൂപമേം, അച്ഛൻ്റെ രൂപത്തിൽ, അച്ഛനെ പോലെ അച്ഛൻ്റെ രൂപത്തിൽ. ഇസ് ആത്മകഥാംശമേ ലേഖകെ പിതാക്കി ചരിത്രക ചിത്രൻ ഹുവാ ഹെ. ഈ ആത്മകഥാംശിൽ തൻ്റെ ലേഖകൻ തൻ്റെ അച്ഛനെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ മക്കളെ രണ്ടുപേരെയും വളരെയധികം സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ ജമീൻ വസ്തുവിനെയും വളരെയധികം സ്നേഹിക്കുന്ന, അതിൻ്റെ വിദായിയിൽ വളരെയധികം ദുഃഖമുണ്ടാകുന്ന ഒരു പിതാവിനെ പോലെയാണ് അദ്ദേഹം തൻ്റെ ആത്മകഥാംശിൽ തൻ്റെ പിതാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത ചരിത്രേതരൻ ബെഹൻ, സഹോദരിയുടെ ക്യാരക്ടർ. ഷാദി കെ ബാദ് പരിവാർ സെ അലഗ് ഹോനെ കാ ദുഃഖ്, पिता की खामोशी से उत्पन्न मानसिक संघर्ष, ससुराल के जीवन की ആശങ്കയും. ഷാദി കെ ബാദ്, വിവാഹത്തിന് ശേഷം. പരിവാർ സെ അലഗ് ഹോനെ കാ ദുഃഖ്, വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൻ്റെ ദുഃഖം. ഏത് പെൺകുട്ടിയെ പോലെയും ആ പെൺകുട്ടിക്കും ബഹനും എന്തുണ്ടായിരുന്നു? വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുക, വിവാഹത്തിന് ശേഷം മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം. പിതാക്കി ഖാമോഷി സെ, തൻ്റെ അച്ഛൻ്റെ ഖാമോഷി നിശബ്ദതയിൽ നിശബ്ദതയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മാനസിക സംഘർഷം. പിതാവിൻ്റെ ഖാമോഷി, നിശബ്ദതയിൽ നിന്നും ഉണ്ടായ മാനസിക സംഘർഷം. സസുറാൽ കെ ജീവൻ കി ആശങ്കയും, സസുറാൽ ഭർതൃഗൃഹം, അവിടെയുള്ള ജീവിതത്തിൻ്റെ ആശങ്കകൾ ആണ് അവരുടെ മനസ്സിൽ മൂന്നാമത്തെ പോയിന്റ്. श्री एकांत श्रीवास्तव के बहन को मानसिक संघर्ष से भरी एक नारी के रूप में इस आत्मकഥാംശ में चित्रित किया है. ശ്രീ ഏകാന്ത് ശ്രീവാസ്തവ് തൻ്റെ ബഹനെ ഏത് രീതിയിലാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്? മാനസിക സംഘർഷസെ ഭരി ഏക് നാരിക്ക് രൂപമേ, മാനസിക സംഘർഷത്താൽ നിറഞ്ഞ ഒരു സ്ത്രീയുടെ രൂപത്തിൽ ഈ ആത്മകഥാംശിൽ തൻ്റെ ബഹനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ആര്? ശ്രീ ഏകാന്ത് ശ്രീവാസ്തവ്. शादी के बाद अपने घर से अलग हो जाने का विचार, വിവാഹത്തിന് ശേഷം തൻ്റെ വീട്ടിൽ നിന്നും അലഗ് ഹോ ജാനെ കാ വിചാർ, വീട്ടിൽ നിന്നും മാറി നിൽക്കുക, മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ആ ചിന്ത. ഉസെ ബഹുത്ത് ദുഃഖ് പഹുഞ്ചായ, ആ പെൺകുട്ടിക്ക് എന്തുണ്ടാക്കി? വളരെയധികം ദുഃഖമുണ്ടാക്കി. ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാകുന്ന പോലെ വിവാഹശേഷം ഭർതൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആശങ്ക, അതാണ് ഷാദി കെ ബാദ് അപ്നെ ഘർ സെ അലഗ് ഹോ ജാനെ കാ വിചാർ. തൻ്റെ വിവാഹത്തിന് ശേഷം തൻ്റെ വീട്ടിൽ നിന്നും തനിക്ക് മാറി നിൽക്കണമല്ലോ എന്നുള്ള ചിന്ത ആ പെൺകുട്ടിയെ വളരെയധികം ദുഃഖിത ആക്കി. വഹ് ഏക് സാധാരണ പരിവാർ കി ലഡ്കി ഥി, അവരെങ്ങനെയുള്ള പെൺകുട്ടിയായിരുന്നു? സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. पिताजी शादी के खर्च के लिए अपनी ज़मीन बेचने जा रहे थे. പിതാജി തൻ്റെ വിവാഹത്തിൻ്റെ വിവാഹ ചിലവിന് വേണ്ടി अपनी ज़मीन बेचने जा रहे थे, തൻ്റെ വസ്തു വിൽക്കാൻ പോവുകയാണ്. അച്ഛൻ തൻ്റെ വസ്തു വിൽക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ ചിലവ് നടത്തുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ വസ്തു വിൽക്കുകയാണ്. ज़मीन बेचना पिता नहीं चाहता था,
ജമീൻ വസ്തു വിൽക്കാൻ അച്ഛൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. ലേക്കിൻ ബേട്ടിക്ക് ഷാദി കെ ലിയെ പിതാജിക്കു ജമീൻ ബേച്ച്ന പടാ. തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് തൻ്റെ വസ്തു വിൽക്കാനായിട്ട് നിർബന്ധിതനായി. പിതാക്കെ ദുഃഖനെ ബേട്ടി കാ മാനസിക സംഘർഷ് ഓർ ബെഢാ ദിയ. അച്ഛൻ്റെ ആ ഒരു ദുഃഖം, തൻ്റെ വസ്തു വിൽക്കാൻ അച്ഛന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ്, വിവാഹ ചെലവിന് വേണ്ടിയിട്ട് പണം ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ വസ്തു വിൽക്കാൻ നിർബന്ധിതനായി. അപ്പോൾ അച്ഛനുണ്ടാകുന്ന ആ ദുഃഖം മകൾക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കി. അതാണ് പിതാക്കെ ദുഃഖിനെ ബേട്ടിക്ക മാനസിക് സംഘർഷ് ഓർ ബെഢാ ദിയ. വീണ്ടും ഒന്നും കൂടി കൂടുതലാക്കി. അതാണ് ഓർ ബെഢാ ദിയ. എന്താണ്, ആദ്യമേ ഒരു മാനസിക സംഘർഷമുണ്ട്. സസുറാൾ ജാന, തൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വീട് വിട്ടിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോവുക, വിവാഹശേഷം മാറി താമസിക്കുക എന്നുള്ള ഒരു മാനസിക സംഘർഷം ആ കുട്ടിക്കുണ്ട്. അതിനൊപ്പം തന്നെ അച്ഛൻ്റെ ഈ ദുഃഖം, വസ്തു വിൽക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ട് പോലും തനിക്ക് വേണ്ടി വസ്തു വിൽക്കുന്ന അച്ഛൻ്റെ ആ ദുഃഖവും കൂടി ആയപ്പോഴേക്കും മാനസിക സംഘർഷ് ഓർ ബെഢാ ദിയ. ഷാദി കെ ബാദ് ഉസേ സസുറാൽ ജാനാ ഹേ. വിവാഹശേഷം പെൺകുട്ടിക്ക് എവിടെ പോകണം? തൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് പോകണം. സസുറാൾ, ഭർതൃഗൃഹത്തിലേക്ക് പോകണം. വഹാ സാസ് സസൂർ, അവിടെ ആരുണ്ട്? അമ്മായിയമ്മയുണ്ട്, അമ്മായിച്ചനുണ്ട്. പതി ആദിക്ക വ്യവഹാർ, തൻ്റെ ഭർത്താവ്, അങ്ങനെയുള്ള മറ്റാളുകളുടെ വ്യവഹാർ, പെരുമാറ്റം. കൈസേ ഹോങ്കെ, എങ്ങനെയാകും? തന്നോടുള്ള പെരുമാറ്റം എങ്ങനെയാകും? യഹ് സോച്ച് കർ ഭി ഉസ്കാ മൻ സംഘർഷ് സേ ഭർ ജാതാ ഹേ. അത് ചിന്തിച്ചിട്ടുകൂടി തൻ്റെ മനസ്സ് എന്ത് ചെയ്തു? സംഘർഷസേ ഭർ ജാതാ ഹേ. മാനസിക സംഘർഷത്താൽ മനസ്സ് നിറഞ്ഞു. സംഘർഷത്താൽ മനസ്സ് നിറഞ്ഞു. എന്ത് ചിന്തിച്ചിട്ടാണ്? സസുറാൽ ജാനാ ഹേ, വഹാ സാസ് സസുർ ഹേ, പതി ഹേ, ഉൻക വ്യവഹാർ കൈസേ ഹോങ്കേ. എങ്ങനെയാണ് ആ വ്യവഹാർ, തന്നോടുള്ള വ്യവഹാർ, പെരുമാറ്റം എങ്ങനെയുള്ളതാണ്? ഇതും കൂടി ചിന്തിച്ചിട്ട് ആ പെൺകുട്ടിക്ക് മാനസിക സംഘർഷം ഉണ്ടായി. शादी के पहले एक साधारण परिवार की लड़की के मानसिक संघर्ष को अपनी बहन के माध्यम से लेखक ने दिखाया है. അപ്പോൾ ഈ ക്യാരക്ടറിലൂടെ, ബഹൻ്റെ എന്ന ക്യാരക്ടറിലൂടെ എന്താണ് നമ്മളെ കാണിച്ചു തരുന്നത്? ഷാദിക്ക് പഹലെ, വിവാഹത്തിന് മുമ്പ്, ഏക്ക് സാധാരണ പരിവാർക്കി ലടുക്കിക്ക് മാനസിക സംഘർഷ്, ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ മാനസിക സംഘർഷ് മാനസിക സംഘർഷം എന്തൊക്കെയാണെന്നുള്ളത് തൻ്റെ ബഹനിലൂടെ, തൻ്റെ സഹോദരിയിലൂടെ ലേഖക് ഇവിടെ കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടിയുടെ മാനസിക സംഘർഷം എന്തൊക്കെയാണ്? ആദ്യം വിവാഹത്തിന് ശേഷം മാറി താമസിക്കണം. അതുപോലെ തന്നെ പിന്നെന്താണ്, വസ്തു വിൽക്കുന്നതിൻ്റെ മാനസിക സംഘർഷം. പിന്നെ സസുറാൾ ജാനാ ഹേ, വഹാ सास ससुर कैसे होंगे, पति कैसे होंगे, उन सब लोगों के व्यवहार कैसे होंगे, ये सब सोचकर उनका मन സംഘർഷ സേ ഭർ ജാതാ ഹേ. അല്ലേ? അതെല്ലാം മനസ്സിലിങ്ങനെ ആ സംഘർഷത്താൽ നിറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെയുള്ള മാനസിക സംഘർഷമുള്ള ഒരു പെൺകുട്ടിയുടെ രൂപത്തിലാണ് ലേഖക് ഇവിടെ തൻ്റെ സഹോദരിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ടെക്സ്റ്റിലുള്ള 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അത് നോക്കുക. कुछ और कीमत आ सकती थी, मगर मजबूरी का फ़ायदा सभी उड़ाते हैं. इस कथन से क्या तात्पर्य है? कुछ और कीमत आ सकती थी, കൂടുതൽ കീമത്ത്, കുറേ കൂടി വില നമുക്ക് ലഭിച്ചിരുന്നേനെ. പക്ഷേ മഗർ മസ്ബൂരി കാ ഫായ്ദ സഭി ഉടാത്തേ ഹേ. പക്ഷേ നമ്മുടെ ആ ഒരു അവസ്ഥ, നമ്മുടെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് അതിനെ ഉപയോഗിക്കുകയാണ് മറ്റുള്ളവർ ചെയ്തത്. ഈ കഥൻ കൊണ്ട്, ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? शादी के लिए रुपये इकट्ठा करने के लिए ज़मीन बेचने को लेखक के परिवार मजबूर हो गए. വിവാഹത്തിന് ശേഷം പൈസ സ്വരൂപിക്കുന്നതിനു വേണ്ടി ജമീൻ ബേച്ചിനേക്കോ, വസ്തു വിൽക്കാനായിട്ട് ലേഖകെ പരിവാർ മജ്ബൂർ ഹോയി, അവർ നിർബന്ധിതരായി. ലേഖകൻ്റെ കുടുംബം നിർബന്ധിതരായി, വിവാഹത്തിൻ്റെ ചിലവിന് വേണ്ടി വസ്തു വിൽക്കാനായിട്ട് നിർബന്ധിതരായി. ജമീൻ
के ज़मीन പ്രതി ഏക്കർ के लिए 12,000 रुपये मिले. വസ്തുവിന് ഒരു ഏക്കറിന് എത്ര ലഭിച്ചു? 12,000 രൂപ മാത്രമേ ലഭിച്ചുള്ളൂ. इससे भी ज़्यादा मिल सकती थी. ഇതിലും കൂടുതൽ ലഭിക്കേണ്ടതായിരുന്നു. लेकिन मोल तोल करने के लिए लेखक के पास समय नहीं था. പക്ഷേ മോൾ തോൽ करना ബാർഗെയിൻ ചെയ്യാനായിട്ട് വില പേശുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമയമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? शादी करने अपने बहन की शादी करनी है, उसके लिए പൈസ ഇക്കട്ടാ करना चाहिए. അതിന് വേണ്ടിയിട്ട് പൈസ സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൈസ വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ബാർഗെയിൻ ചെയ്യാനോ വില പേശുന്നതിനോ ഒന്നും സമയമുണ്ടായിരുന്നില്ല. ലേഖക് ഈസ് മസ്ബൂരി കാ ഫായ്ദ ഖരീദാറിനെ ഉഠായ. ലേഖകൻ്റെ ഈ ഒരു മസ്ബൂരി, ഈ ഒരു അവസ്ഥയെ എന്ത് ചെയ്തു? വാങ്ങുന്ന വ്യക്തി അത് പ്രയോജനപ്പെടുത്തി. ഫായ്ദ खरीदार ने उठाया. रजिस्ट्री के पहले पिता को खेत देखने की इच्छा हुई. क्यों? വസ്തു രജിസ്ട്രേഷന് മുന്നേ അച്ഛന് എന്തുണ്ടായി? ആ വസ്തു കാണുന്നതിനുള്ള ആഗ്രഹമുണ്ടായി. എന്തുകൊണ്ട്? പിതാജിക്ക് മൻമേം ജമീൻ കെ പ്രതി ഗഹരാ ലഗാവ് ഥാ. പിതാജിയുടെ മനസ്സിൽ വസ്തുവിനെ പ്രതി വളരെ ഡീപ്പായിട്ടുള്ള ഒരു ആഗ്രഹം, താല്പര്യം, ഇഷ്ടമുണ്ടായിരുന്നു. ലഗാവ് ഥാ. ആ വസ്തുവിനോട് വളരെയധികം ഒരു അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അസൽ മേ വ ജമീൻ ബേച്ചന നഹീ ചാഹത്താ ഥാ. പക്ഷെ വസ്തു വിൽക്കാനായിട്ട് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ലേക്കിൻ മസ്ബൂരി കെ കാരൺ ഐസാ കർണാ പടാ. പക്ഷേ മസ്ബൂരി ആ ഒരു നമ്മുടെ അവസ്ഥ കാരണം എന്തുണ്ടായി? സാഹചര്യം കാരണം വസ്തു വിൽക്കാനായിട്ട് നിർബന്ധിതനായി. രജിസ്ട്രി കെ പഹലെ വ അപ്നെ ഖേത് കോ ദേഖ്നെ കി ഇച്ഛ പ്രകട് കി. അതുകൊണ്ടാണ് അദ്ദേഹം രജിസ്ട്രിക്ക് മുന്നേ ആ വസ്തു കാണാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചത്. വസ്തു വിറ്റ് കഴിഞ്ഞാൽ അത് മറ്റുള്ള ദൂസരേക്ക് ഹോജായെങ്കിൽ അല്ലേ, വസ്തു വിറ്റ് കഴിഞ്ഞാൽ അത് മറ്റൊരാളുടേതായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വസ്തു വിൽക്കുന്നതിന് മുന്നേ അത് കാണാനായിട്ട് ആഗ്രഹമുണ്ടായി. ആ വസ്തുവിനോട് അദ്ദേഹത്തിന് അത്രമാത്രം അടുപ്പമുണ്ടായിരുന്നു. അടുത്ത ദിവസം രജിസ്ട്രേഷന് ശേഷം എന്ത് പറ്റും? അത് മറ്റൊരാൾ ദൂസരേക്ക് ഹോജായെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം മുന്നേ കൂട്ടിയത് കാണണമെന്ന് പറഞ്ഞത്. लेखक को अपनी ज़मीन एक स्लेट लिखता है या फूल. क्यों? ലേഖകന് തൻ്റെ വസ്തു ഒരു സ്ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫൂലായിട്ടോ തോന്നാനുള്ള കാരണം എന്താണ്? हर व्यक्ति का बचपन अपनी मिट्टी से जुड़ा होता है. ഓരോ വ്യക്തിയുടെയും ചെറുപ്പകാലം എന്ന് പറയുന്നത് മിട്ടി സെ ജുഡാ ഹുവാ ഹോത്താ ഹേ. മണ്ണുമായിട്ട് ചേർന്നിട്ടാണ് ഓരോരുത്തരുടെയും ബെച്ചുപ്പൻ, ചെറുപ്പകാലം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ മാതൃഭൂമി കവിതയിൽ പോലും നമ്മൾ പഠിച്ചു. നമ്മൾ മണ്ണിലാണ് മുട്ടിലിഴഞ്ഞ് നമ്മൾ വളർന്നു, അതിൽ നടന്നാണ് നമ്മൾ എണീച്ച് നടക്കാനായിട്ട് പഠിച്ചത്. അതുകൊണ്ട് തന്നെ മാതൃഭൂമിയുമായിട്ട് അത്രയും അടുപ്പമുണ്ടെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ കവിയും ലേഖകൻ പറയുന്നത്. ഹർ വ്യക്തി കാ ബെച്ചുപ്പൻ അപ്നി മിട്ടി സെ ജുഡാ ഹുവാ ഹോത്താ ഹേ. പ്രകൃതി സെ उसका पहला पाठ वहीं से सीखा जाता है. പ്രകൃതിയിൽ നിന്നും ആദ്യത്തെ പാഠം നമ്മൾ പഠിക്കുന്നതും എവിടെ നിന്നാണ്? ഈ മിട്ടിയിൽ നിന്നും, ഈ മണ്ണിൽ നിന്നുമാണ്. വहीं से उसका जीवन ഖിൽനെ ലിഖ്താ ഹെ. അവിടെ നിന്നുമാണ് അവരുടെ ജീവിതം, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം വിരിഞ്ഞു തുടങ്ങുക. ഖിൽന, മുട്ടിങ്ങനെ വിരിയുക, അതാണ് ഖിൽനെ ലിഖ്താ ഹെ. ഇസ്ലിയെ ലേഖകോ അപ്നി ജമീൻ ഏക് സ്ലേറ്റ് യാ ഫൂൽ ലിഖ്താ ഹെ. അതുകൊണ്ടാണ് ലേഖകന് തൻ്റെ ജമീൻ എന്ന് പറയുന്നത് ഒരു സ്ലേറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഫൂലായിട്ടോ തോന്നുന്നത്. എന്തുകൊണ്ടാണ്? വസ്തു ആ മണ്ണിൽ മുട്ടിലെറിഞ്ഞ് മണ്ണിൽ നടന്നു വീണും മണ്ണിലേക്ക് നമ്മുടെ ചോര പറ്റാത്തതായിട്ട് ഒരു വ്യക്തിയും ഉണ്ടാവുകയില്ല ചെറുപ്പകാലത്ത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ആദ്യ അക്ഷരം കുറിക്കുന്നത് നമ്മുടെ മണ്ണിൽ തന്നെയാണ്. അതേപോലെ സ്ലേറ്റിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആദ്യ അക്ഷരം കുറിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരു പൂ വിരിയുന്നത് പോലെയാണ് ലേഖകന് എന്ത് തോന്നിയത്? തൻ്റെ ജീവൻ, നമ്മുടെ ജീവൻ വിരിയുന്നതും ഈ മണ്ണിൽ നിന്നുമാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഇത് ഫൂലാണോ അതോ സ്ലേറ്റ് ആയിട്ടോ ഒക്കെ അദ്ദേഹത്തിന് തോന്നാനുള്ള കാരണം.